ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡേ വിത്ത് ആർട്ട്. എൻ്റെ പേര് ബബിത. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞായിരുന്നു അടുത്തതായിട്ടൊരു നല്ല വീഡിയോ ആയിട്ട് വരുമെന്ന്, നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുമെന്ന്. ഞാനിന്ന് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യം തന്നെ, കോമൺ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചിക്കൻ ലോലിപോപ്പാണ്. അത് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ്. അത് ട്രൈ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത് നോക്കിയപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വന്നിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനത് ഫുഡ് കളർ ആഡ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് ഒരു ഇത് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ടേസ്റ്റ് എല്ലാം എനിക്ക് സെയിം ആയിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. നിങ്ങൾ കൂടി ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ചിക്കൻ ആ ലോലിപോപ്പ് ആകൃതിയിൽ അങ്ങനെ അത് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ചിക്കൻ വിങ്സ്, മാർക്കറ്റിൽ അത് അവൈലബിൾ ആണ്, ഇവിടെ ഈസിലി അത് അവൈലബിൾ ആണ്. അപ്പോൾ ആ മാർക്കറ്റിൽ നിന്ന് ചിക്കൻ വിങ്സ് നിങ്ങൾ കട്ട് ചെയ്ത് മീൻസ് അത് മേടിക്കണം. അത് പാക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ വിങ്സ് ആദ്യം എങ്ങനെ അത് കട്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് ചിക്കൻ വിങ്സ് എടുത്തിരിക്കുന്നത്. നോക്കൂ, ഇത് നമുക്കിങ്ങനെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇതേ രീതിയിൽ നമുക്ക് പീസസ് കിട്ടും. അപ്പോൾ നമുക്കത് ഇങ്ങനത്തെ 12 പീസസാണ് ഒരു പാക്കിൽ കിട്ടുന്നത്. അതുപോലത്തെ 12 പീസസ് എനിക്കിപ്പോൾ ഞാൻ 4 എടുക്കുന്നു, കാരണം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അത്ര വലിയ ആവശ്യമില്ല, കാരണം കുഞ്ഞൊന്നും കഴിക്കത്തില്ലല്ലോ. ഞാൻ 4 പീസസ് എടുത്തിട്ടുള്ളൂ. ഈ 4 കാരണം ഒരു പീസിൽ നിന്ന് നമുക്ക് 2 വിങ്സ് മീൻസ് ലോലിപോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വെറും 4 പീസസ് എടുത്തിട്ടുള്ളൂ. നമുക്ക് നോക്കാം ഇതെങ്ങനെ കട്ട് ചെയ്യേണ്ടത്. ഇതുപോലത്തെ പീസസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നേ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ പീസ് ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഇത് കണ്ടോ, നമുക്ക് ആക്ച്വലി ഈ ഭാഗത്തിൻ്റെ ആവശ്യം നമുക്കില്ല. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ഈ 2 പീസസാണ് നമ്മൾ 2ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു വെഡ്ജ് പോലത്തെ ഒരു സംഭവം കാണും. നമുക്കത് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആക്കാം. ഓക്കെ, സ്ട്രെയിറ്റ് ആക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇത് ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ആ ഫ്ലഷ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ജോയിൻസ് കിട്ടും. ഈ ഫ്ലഷ് മീൻസ് ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കണ്ട ജോയിൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടോ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോയിൻസിനെ നമ്മൾ അടർത്തിയെടുക്കണം. ഇതിൽ നിന്ന് ആദ്യം കണ്ടോ ട്വിസ്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് ഈ അതിൻ്റെ ഫ്ലഷ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി ജോയിൻസ് ആയതുകൊണ്ട് നമുക്ക് ട്വിസ്റ്റ് ചെയ്താൽ പോരും. ഇങ്ങനത്തെ പീസ് കിട്ടി. അതുപോലെ നമുക്ക് ഇവിടെയുണ്ട് ജോയിൻറ്റ്. കണ്ടോ, ഇവിടുത്തെ ആ ഫ്ലഷ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ജോയിൻസ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നോക്കൂ, കണ്ടോ ജോയിൻറ്റ് കണ്ടോ, ഇതാണ് ജോയിൻറ്റ്. നമ്മൾ ട്വിസ്റ്റ് ചെയ്യുക. കട്ടായിട്ടില്ല, ഫ്ലഷ് കട്ടാവാണ്ട് നമുക്കത് ജോയിൻറ്റ് ട്വിസ്റ്റ് ചെയ്താലും കാര്യമില്ല. ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. കണ്ടോ, ആ ഫ്ലഷ് കട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിയെ അത് അടർന്ന് പൊക്കോളും. കണ്ടോ, ഇത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് ഒരു എക്സ്ട്രാ പീസ് പോലെ വേണമെങ്കിൽ നമുക്കത് ഫ്രൈ ചെയ്ത് കഴിക്കാം കേട്ടോ. വേണമെങ്കിൽ ഞാനൊന്നും എടുക്കുന്നില്ലേ. ഇനി നമ്മൾ ഈ പീസ് കണ്ടോ, ഇതൊരു പീസ് ഇങ്ങനെയാണ് വരുന്നത്. ഈ 2 പീസ് നമുക്ക് കിട്ടും. ഒരു വിങ്സിൽ നിന്ന് 2 പീസ് കിട്ടും. അങ്ങനെ അതുകൊണ്ട് ഞാൻ 4 പീസ് എടുത്തോളൂ എന്ന് പറഞ്ഞത്, കാരണം 8 പീസ് അപ്പോൾ തന്നെ നമുക്ക് കിട്ടും. അതിന് മാത്രം അധികം ആരും കഴിക്കത്തില്ലല്ലോ. എന്നിട്ട് നമ്മൾ ഈ ജോയിൻറ്റിൻ്റെ ഇവിടെ നിന്ന് അതായത് നമുക്ക് കിട്ടിക്കണം ഈ ഭാഗത്തിനോട് നമ്മൾ ഈ ഫ്ലഷ് താഴത്തേക്ക് ഇങ്ങനെ കാണിക്കുക. കണ്ടോ, കത്തി വെച്ച് നന്നായിട്ട് ഇതുപോലെ കാണിക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം താഴത്തേക്ക് കാണിച്ചോ. അപ്പോൾ നമുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് താഴത്തേക്ക് ഇരുന്ന് ലോലിപോപ്പിൻ്റെ ഷേപ്പിലാണ് വന്നത്. കണ്ടോ, ഇത് ഭംഗിയായിട്ട് വന്നേക്കണം. നോക്ക്, കണ്ടോ, നമുക്ക് താഴത്തേക്കാക്കാം. കണ്ടോ, നമുക്ക് ഇത് നമുക്ക് അങ്ങോട്ട് താഴത്തേക്ക് ഇരുത്തി കൊടുക്കണം. ഇതുപോലെ നമ്മൾ ചെയ്താൽ മതി. കണ്ടോ, ഒരു ലോലിപോപ്പായി. അത് ഈ പീസ് കിട്ടും കുറച്ച് എളുപ്പട്ടോ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് നമ്മൾ ആ ഇതിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ ആവും. പക്ഷേ ഇതെടുക്കാൻ നേരത്ത് നമുക്ക് രണ്ട് ബോൺസ് വരുന്നുണ്ട് ഇതിനകത്ത്. ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ഫ്ലഷ് ഒന്ന് ഇതായി കൊടുക്കണം.
പെട്ടെന്ന് ഒരു ബോൺ കണ്ടോ, ഹാർഡായിട്ടുള്ള ബോണിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യിപ്പിക്കേണ്ടത്. നമുക്ക് 2 ബോണുണ്ട്, ഒരെണ്ണം ലൂസായിരിക്കും, ഒരെണ്ണം ഹാർഡായിരിക്കും. ഇതിൽ വേണ്ട ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുക കേട്ടോ. എന്നിട്ട് അതിന് നമുക്കിത് പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം, നന്നായിട്ട് കയ്യൊന്നും മുറിയരുത്. ഫ്ലഷ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഈ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന്. ഈ ഒരു പീസിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പീസും കൂടി ജോയിൻ ചെയ്തിരിക്കുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലാണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളിങ്ങനെ ഇങ്ങനെ ഇതാക്കി ആ ഫ്ലഷ് ഒന്ന് അതിൽ നിന്ന് എടുത്ത് കളയണം. വേണ്ട, ഫ്ലഷ് വിടിയിപ്പിക്കണം. എന്നിട്ട് ഇത് ഈ പറഞ്ഞ പോലെ താഴത്തേക്ക് ഈ ഫ്ലഷ് ആ ജോയിൻറ്റിൻ്റെ ആ ഭാഗത്ത് നിന്ന് വിടിയിപ്പിച്ച് കഴിഞ്ഞാൽ തനിയെ താഴത്തേക്ക് പൊക്കോളും. പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കണ്ടോ, ഇതുപോലെ കണ്ടോ, അത്ര സ്ട്രോങ് ബോണില്ല എങ്കിൽ കൂടി നമുക്കിത് അങ്ങനെ ആക്കിയെടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതുണ്ട്, ഈ സൈഡിൽ വേറൊരു ബോണും കിട്ടും. ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, കാരണം ഒരു 2 എണ്ണം അതിൻ്റെ ആവശ്യമില്ല. ഇത് പക്ഷേ ഭയങ്കര തിന്നായിട്ടുള്ളതാണ്, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇപ്പം 2 ഇത് കിട്ടിയത് നമുക്ക് 1 എണ്ണം മതി. അതിൽ നമുക്ക് ഏറ്റവും വീക്കായിട്ടുള്ള ഇത് നമുക്ക് കണ്ടോ, ഇതിനെടുത്ത് കളയാം, നമുക്ക് പോന്നോളും. നോക്കൂ, കണ്ടോ, ഓക്കെ, കണ്ടോ, നമുക്കിങ്ങനെ കളയാം. ഈ ബോണിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഈ ബോണിലാണ് സപ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. വീഡിയോ ഒന്ന് കട്ടായി ഇടയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കുഞ്ഞു ബോൺ അത് നമ്മൾ മാറ്റിയതിന് ശേഷം നമുക്ക് അത് ഈ ഫ്ലഷ് പിന്നെ ഇങ്ങോട്ട് താഴ്ത്തിയാൽ മതി. കണ്ടോ, ഇതും കിട്ടി. അങ്ങനെ നമുക്ക് ഒരു വിങ്സിൽ നിന്ന് കിട്ടിയ 2 ലോലിപോപ്പാണിത്. ഇതുപോലെ നമുക്ക് ഈ ബാക്കിയുള്ള 3 എണ്ണം കൂടി ശരിയാക്കണം. ആ 3 എണ്ണം ശരിയാക്കിയതിന് ശേഷം നമുക്ക് കാണാം, ഓക്കെ? കാരണം അല്ലെങ്കിൽ സമയം കുറേ എടുക്കത്തില്ലേ, ഓക്കെ? അപ്പോൾ ഞാൻ നന്നായിട്ട് ഈ ചിക്കനെല്ലാം നല്ല രീതിയിൽ ലോലിപോപ്പ് രീതിയിൽ മുറിച്ച് നന്നായി വൃത്തി കഴുകി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകണം, ഞാൻ കഴുകിയത് കാണിച്ചില്ല, പക്ഷെ നല്ല രീതിയിൽ കഴുകണം. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പോകട്ടോ, അതൊന്നും വലിയ കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അത് നന്നായിട്ട് വലിച്ചിങ്ങോട്ട് താഴത്തേക്ക് ഇട്ടാൽ മതി, ഇത് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് എങ്ങനെ അത് മാരിനേറ്റ് ചെയ്യാമെന്ന് നോക്കാം. മാരിനേറ്റ് ചെയ്യാനുള്ള എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം, ഓക്കെ? അതിന് വേണ്ടി നമ്മൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു 3 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ പൊടികളാണ് അത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ സോയാ സോസ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് മസ്റ്റൊന്നുമല്ല, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി എങ്ങനെ മാരിനേറ്റ് ചെയ്യുന്നു. കുഞ്ഞ് എഴുന്നേറ്റ്, അതുകൊണ്ടാണ് പോയിട്ട് വന്നത്. നമുക്ക് മാരിനേറ്റിന് എങ്ങനെ നോക്കാം. അതിനുവേണ്ടി ഞാൻ എല്ലാ ചിക്കൻ പീസസ് എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ഓരോന്നായി ചേർക്കാം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിനുള്ള പൊടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിന് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനായിട്ട് ഉപ്പിടേണ്ടത്. കുറച്ച് ഞാനൊരു 1/4 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് ഇടുവാണേ, കുഴപ്പമില്ല. എല്ലാ പൊടികളും ആവശ്യത്തിന്. അത് കഴിഞ്ഞ് ഒരു കുറച്ച് സോയ സോസ്. കുറച്ച് സോയ സോസ് എന്ന് പറയുമ്പോഴേക്കും ഒരു കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു 1/4 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി, കാരണം ഇതിൻ്റെ ടേസ്റ്റ് അധികമായാലും ഒരു കയ്പ്പ് ടേസ്റ്റ് വരും എന്നുള്ളൊരു ഇതുകൊണ്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ വെച്ചു. 1/4 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിക്കുക കേട്ടോ. 1/4 ടേബിൾ സ്പൂൺ മതി. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതെ, ഇതെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, ഓക്കെ? നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സിൽ ഞാൻ പറഞ്ഞില്ല, അതിങ്ങനെ വന്നാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെച്ചു ഇങ്ങനെ ഒന്ന് ഇതാക്കി ഓക്കെ.
അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പിന്നെയും ആ പൊസിഷൻ മീൻസ് രൂപത്തിലേക്ക് ആക്കിയാൽ മതി അതിനെ. ഇപ്പം അത് നല്ലൊരു രീതിയിൽ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂണോളം മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇനി നമുക്ക് മുട്ട അതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് അതിനകത്തേക്ക് മൊത്തമായിട്ടൊന്ന് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ, ഒരു മുട്ടയല്ലേ, ആ മുട്ട മൊത്തമായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ അതിലൊന്ന് മിക്സ് ചെയ്യും. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നല്ലൊരു കോട്ടിങ് വേണം. ക്യാമറയൊക്കെ എല്ലാം ഞാൻ തന്നെ പിടിച്ചിരുന്നതുകൊണ്ടാണ് ഈ ഒറ്റക്കൈ കൊണ്ടെല്ലാം ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നല്ല രീതിയിൽ കിട്ടും. കൊച്ചിനെയും വച്ച് സൈഡ് തിരിച്ച് ചെയ്യുന്നേ, അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും തെറ്റായിട്ട് തോന്നണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കതിലും ഡിസ്കംഫോർട്ട് തോന്നണമെങ്കിൽ ക്ഷമിക്കണം. നല്ല രീതിയിൽ ഞാനിപ്പോൾ ഇത് മിക്സാക്കി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മൈദ ആഡ് ചെയ്യും. ആക്ച്വലി 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ഒന്ന് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത് ഇനഫാണേ, ഇത് മതി. നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ കുറച്ച് കൂടുതലെടുത്ത് വച്ചെന്നേ ഉള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി വേണ്ടി വന്നാലോ എന്നുള്ള രീതിയിൽ. കാരണം ഞാൻ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ ചിക്കൻ പീസ്. അപ്പോൾ ഈ ഒരു ഇത് മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. മൈദയുടെ കോട്ടിങ്, അപ്പോൾ ഇത് നല്ലൊരു കോട്ടിങ് ആയി. ഇനിയിപ്പോൾ അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൊവ്വയും വരും, വെറുതെ വേണ്ട. അപ്പോൾ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ, ഇപ്പം ഞാൻ പറഞ്ഞത് 8 ലോലിപോപ്പിന് വേണ്ടിയുള്ള കാര്യം കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്താൽ മതി. നല്ലൊരു ഇതായിട്ടുണ്ട്. ഇനി നമ്മളിതിനെ മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ച് നേരത്തേക്ക് വയ്ക്കുക. അതിന് മുമ്പായിട്ട് നമുക്ക് നേരത്തെ വെച്ച പോലെ ആ ഇതിലേക്ക് മാറ്റി ഇങ്ങനെ നമുക്ക് അത് നല്ല രീതിയിൽ ആ രീതിയിൽ ഇങ്ങനെ ഒറ്റക്കൈ കൊണ്ടൊന്നും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ കണ്ടോ, നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ട്രെയിലേക്ക് ഓരോന്നെടുത്ത് മാറ്റാം. കണ്ട ഈ പൊസിഷനിലായി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓരോ ട്രെയിലേക്ക് എടുത്ത് മാറ്റാം. ഓരോന്നും അങ്ങനെ അതുപോലെ വെച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിത് മാരിനേറ്റ് ചെയ്ത് ആ പൊസിഷൻ മീൻസ് ആ രൂപത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ലോലിപോപ്പ് രൂപത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂറോളം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്കത് വെയിറ്റ് ചെയ്ത് അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് കാണിച്ചു തരാം. സോ നമുക്ക് ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ലോലിപോപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ പാൻ ഓണാക്കി വയ്ക്കുക, സ്റ്റവിൽ വെച്ച് ഓണാക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. മാക്സിമം നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ സൂക്ഷിക്കണേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മുടെ കോക്കനട്ട് ഓയിലിനേക്കാളും. എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഒരു നല്ലൊരു ഇത് കിട്ടും സൺഫ്ലവർ ഓയിലിന്. ഞാൻ രണ്ടിലും ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സൺഫ്ലവർ ഓയിലാണ്. കോക്കനട്ട് ഓയിൽ നമ്മളൊരു നാടനല്ലേ, അതിനേക്കാൾ നല്ല സൺഫ്ലവർ ഓയിൽ. ഒരു നാടൻ ഡിഷല്ലല്ലോ. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കണം നല്ലത്. നമ്മളൊന്ന് എണ്ണ ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യണേ. കാരണം നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രം നമ്മളത് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് ഒരു ഭംഗിയിൽ വരത്തില്ല. ഭംഗിയിലെന്നല്ല, ഒരു നല്ല രീതിയിൽ വരത്തില്ല അത്. അപ്പോൾ നന്നായിട്ട് പാൻ നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ ഓരോരോ പീസിങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാമേ, ഒന്ന് എണ്ണ ചൂടാവട്ടെ.
ലോ ഫ്ലെയിമിൽ മതി കേട്ടോ, വെറുതെ ഹൈ ഫ്ലെയിമൊന്നും വെക്കേണ്ട, വെരി ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ എണ്ണ ചൂടാക്കണമെങ്കിലും ശരി, ഇത് ലോലിപോപ്പ് ഫ്രൈ ചെയ്യുന്നതാണെങ്കിലും ശരി, നമുക്ക് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും. ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. മീനൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തായാലും എല്ലാ ഭാഗവും ഫ്രൈ ചെയ്യിക്കണമല്ലോ. ഇനി അത് ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യണം, നന്നായിട്ട് ഫ്രൈ ചെയ്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. ലോ ഫ്ലെയിമിൽ മതി, ഒരിക്കലും മീഡിയം ഫ്ലെയിമും വേണ്ട, ഹൈ ഫ്ലെയിമും വേണ്ട. ലോ ഫ്ലെയിമിലാകുമ്പോൾ നന്നായിട്ട് വെന്തോളും. ഞാനത് മറിച്ചും തിരിച്ചിട്ടൊക്കെ വേവിക്കുന്നുണ്ട്, കാരണം എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ സൈഡും വെന്ത് കിട്ടണം. ഈ ബോൾ ഏരിയയും എല്ലാം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമേ ഇതുള്ളൂ. അപ്പോൾ എന്താ പറയുക, അതേ പൊസിഷനിൽ നിന്ന് മാറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അത് ഫ്രൈ ചെയ്തെടുക്കണേ. മറിച്ചും തിരിച്ചൊക്കെ നന്നായിട്ട് ഇടണം. ഇതിപ്പോൾ വെന്ത് വരുന്നുണ്ട്, ഓൾമോസ്റ്റ് ആവാറായിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് എല്ലാ ഭാഗവും കേട്ടോ, നന്നായിട്ട് എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ മൊരിഞ്ഞ് വരണം. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി കേട്ടോ. ഇനി ഞാനിത് എല്ലാം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് എടുത്തതിന് ശേഷം ഇനി കാണിക്കാം എങ്ങനെ ഇരിക്കുന്നു. ഇപ്പം നമ്മുടെ ലോലിപോപ്പ് ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് നമ്മുടെ ലോലിപോപ്പ് റെഡിയാക്കി ഞാൻ സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം ഇങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇതുപോലെ നന്നായിട്ട് കഴിക്കാം. ഇത് നല്ല ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എങ്ങനെ ഇതിനകത്ത് ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടില്ല, ആ ഒരു വ്യത്യാസം അല്ലാണ്ട് വേറൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. ഞാൻ പുറത്തുനിന്ന് മെയിനായിട്ട് ഞാൻ മേടിച്ച് കഴിക്കുന്ന ഡിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡിനും എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ്. ഞങ്ങളത് മേടിച്ച് കഴിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് ടേസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് ഇടണം. ഓക്കെ, ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചിക്കൻ ലോലിപോപ്പ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുകൂടിയുള്ളൊരു ബെൽ ഐക്കൺ അതുകൂടി പ്രസ് ചെയ്താൽ എനിക്ക് ഞാൻ ഭാവിയിൽ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ താങ്ക് യു, ടേക്ക് കെയർ.